നമസ്കാരം. നല്ലവരായ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സർവ്വജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയ മനുഷ്യജീവിതം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു തീർത്താൽ മതിയോ? പോരാ. ജീവിതം സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിക്കാൻ പണമോ പ്രശസ്തിയോ ഒന്നുമല്ല വേണ്ടത്. പണത്തിന് പ്രാധാന്യം ഇല്ലെന്നല്ല, പണത്തിന് അതിൻ്റേതായ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ജീവിച്ചാലും ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ ജീവിതത്തിൽ അർത്ഥമില്ലാതാകും. ഈ ഈശ്വരാനുഗ്രഹത്തിനായി ധാരാളം വ്രതങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ആചരിച്ചു വരുന്ന ഒരു വ്രതമാണ് സോമവാരവ്രതം അല്ലെങ്കിൽ തിങ്കളാഴ്ച വ്രതം. പാർവതീ സമേതനായ പരമശിവനെ പ്രീതിപ്പെടുത്താനായി സ്ത്രീകളാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. കന്യകമാർ യോഗ്യന്മാരായ ഭർത്താക്കന്മാരെ ലഭിക്കുന്നതിനു വേണ്ടിയും വിവാഹിതരായ സ്ത്രീകൾ നെടുമംഗല്യത്തിനും സൽസന്താനങ്ങൾ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. രാവിലെ കുളിച്ച് ശുദ്ധിയോടെ പഞ്ചാക്ഷരം ജപിക്കുക, ശിവക്ഷേത്ര ദർശനം, പകൽ ഉപവാസം, സന്ധ്യയ്ക്ക് വീണ്ടും ശിവക്ഷേത്ര ദർശനം, അതിനുശേഷം നിവേദ്യച്ചോറ് കഴിക്കാവുന്നതാണ്. നിവേദ്യച്ചോറ് കഴിക്കുക എന്നാൽ വിശപ്പിന് ഭക്ഷണം കഴിക്കുക എന്നല്ല, മറിച്ച് ഭഗവാന് നിവേദിച്ച അന്നം കഴിക്കുക എന്നതാണ്. അങ്ങനെ നിവേദ്യച്ചോറ് കഴിക്കുന്നതിലൂടെ ഭഗവത് പ്രീതി ലഭിക്കുമെന്നാണ് വിശ്വാസം. നിവേദ്യച്ചോറിന് ഇനിയുമുണ്ട് ഗുണഗണങ്ങൾ. അതെന്താണെന്ന് വെച്ചാൽ, ഉണക്കി കുത്തിയ തവിട് കളയാത്ത അരിയാണ് നിവേദ്യച്ചോറിനായി എടുക്കുന്നത്. അതിനാൽ അതിൽ നിന്നും പോഷകമൊന്നും നഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല, ഇത് തയ്യാറാക്കുന്നത് ഓട്ടുരുളിയിലാണ്. അതിനാൽ തന്നെ യാതൊരുവിധ ആരോഗ്യ പ്രശ്നവും ഉണ്ടാകുന്നില്ല. നിവേദ്യച്ചോറിൽ തുളസിയിലയും നെയ്യും ചേർക്കുന്നതിനാൽ ഔഷധ ഗുണവുമുണ്ട്. ദേഹത്യാഗം ചെയ്ത സതീദേവി വീണ്ടും പാർവതിയായി ജനിച്ചപ്പോൾ ശിവനെ ഭർത്താവായി ലഭിച്ചത് സോമവാര വ്രതാനുഷ്ഠാനത്താൽ ആണെന്നാണ് വിശ്വാസം. 36 തിങ്കളാഴ്ച തുടർച്ചയായി വ്രതമെടുത്ത് വ്രതം തീരുന്ന അന്ന് ഒരു ഉത്തമ ബ്രാഹ്മണന് ദക്ഷിണ കൊടുത്ത് വ്രതസമാപ്തി വരുത്തേണ്ടതാണ്. അന്ന് സാധുക്കൾക്ക് അന്നദാനം നടത്തുന്നതും വളരെ ശ്രേയസ്കരമാണ്. ക്ഷേത്രദർശനം, നാമജപം, പുരാണ പാരായണം, ഉപവാസം, ഒരിക്കലൂണ് എന്നിവയെല്ലാമാണ് സാധാരണ വ്രതത്തിൻ്റെ ഭാഗമായി അനുഷ്ഠിച്ചു പോരുന്നത്. ഓരോ വ്രതത്തിനും അതിനു വേണ്ടുന്ന അനുഷ്ഠാനങ്ങളാണ് ഉള്ളത്. അവ ശരിയായ രീതിയിൽ പാലിച്ചാൽ ഫലം നിശ്ചയമാണ്. ഇനി അടുത്ത വീഡിയോയിൽ. നന്ദി, നമസ്കാരം.